വെൽക്കം ടു എജുലൺ ഫാമ. ബി ഫാം റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് മെയ് 2024 ചോദിച്ച 6th സെമസ്റ്റർ മെഡിസിനൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 10 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നത് യൂണിറ്റ് 1 നിന്നും യൂണിറ്റ് 2 നിന്നാണ്. 5 മാർക്സ് ആണെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിറ്റ് 3 and 4 നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. 2 മാർക്സും എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതിൽ യൂണിറ്റ് 2 നിന്നാണ് 3 ക്വസ്റ്റ്യൻസ് വന്നത്. 10 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എ ബി എന്നുള്ള 2 പാർട്ടായിട്ടാണ് ചോദിച്ചത്. ഡിസ്ക്രൈബ് ദ സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് ആൻറ്റി ബാക്ടീരിയൽ സൾഫോണമൈഡ്സ്. അതാണ് എ പാർട്ടിൽ വരുന്നത്. ബി പാർട്ടിലുള്ളത് ഔട്ട്ലൈൻ ദ സിന്തസിസ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡൈ ഈഥൈൽ കാർബമസിൻ സിട്രേറ്റ് ആൻഡ് ടോൾ നാഫ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചോദിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാമെന്ന് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ SAR ഓഫ് സൾഫോണമൈഡാണ് എ പാർട്ടിലുള്ളത്. അതേപോലെ സിന്തസിസ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് 2 ഡ്രഗ്സ് ചോദിച്ചിട്ടുണ്ട്, ഡൈഥൈൽ കാർബമസിൻ സിട്രേറ്റും ടോൾ നാഫ്റ്റേറ്റും. അതുകൊണ്ട് ആൻസർ കീ നോക്കുകയാണെങ്കിൽ 2 രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എ എന്നുള്ള പോർഷന് 5 മാർക്സും ബി എന്നുള്ള പോർഷന് 5 മാർക്സും ഈ ഡിസ്ട്രിബ്യൂഷനിൽ വരാം. അല്ലെങ്കിൽ എ എന്നുള്ള പോർഷന് 4 മാർക്സും ബി എന്ന പോർഷന് 6 മാർക്സും. ഇതിലേതാണെന്ന് നമുക്കറിയില്ല. ഇതിലേതാണെങ്കിലും രണ്ടിനും ഉതകുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നിങ്ങൾ SAR വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് സൾഫോണമൈഡ് എന്താന്ന് പറയണം. നേരിട്ട് SAR പറഞ്ഞെങ്കിൽ എഴുതരുത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിൻ്റെ ജനറൽ സ്ട്രക്ചർ വരക്കുക, അതിനുശേഷം അതിൻ്റെ SAR പാർട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, SAR എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ പോയിന്റ് പറയും. ഇന്ന പൊസിഷനിൽ ഇന്ന ഗ്രൂപ്പ് വന്നാൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടും, ഇന്ന ഗ്രൂപ്പ് വന്നാൽ ടോക്സിറ്റി കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ അതിനുള്ള എക്സാമ്പിൾസും പറയും, പക്ഷേ സ്ട്രക്ചർ വരയ്ക്കില്ല. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന ഡ്രഗിൻ്റെത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ സ്ട്രക്ചർ വരച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ, എങ്കിൽ മാത്രമേ മാക്സിമം സ്കോർ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ആൻസർ ചെയ്തതിൽ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് സെൻറ്റൻസുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സ്കോർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ SAR പറയുന്ന ഓരോ പോയിന്റിനും എക്സാമ്പിൾ നിങ്ങൾ പറയും. ആ എക്സാമ്പിൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതാണെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. SARലെ ജനറൽ സ്ട്രക്ചറൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾ ഓരോ പൊസിഷൻ്റെ SAR പറയണം. ഓക്കെ, പാരാമിനോ ഗ്രൂപ്പിൻ്റെത്, സൾഫോണമൈഡ് ഗ്രൂപ്പിൻ്റെത്, അതേപോലെ അരോമാറ്റിക് റിങ്ങിൻ്റെ, ദെൻ N1 സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ SAR എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഇതിൻ്റെ ബി പാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡൈഥൈൽ കാർബമസിൻ സിട്രേറ്റ് എന്ന് ഹെഡിങ് ചെയ്താൽ അതിൻ്റെ സിന്തസിസ് കാണിക്കുക, അതേപോലെ മെക്കാനിസം ഓഫ് ആക്ഷൻ എഴുതുക. അതിനുശേഷം നിങ്ങൾ ടോൾ നാഫ്റ്റേറ്റ് എന്ന് ഹെഡിങ് ചെയ്താൽ അതിൻ്റെ സിന്തസിസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ചെയ്തിട്ട് അത് എഴുതുക. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ, നമ്മൾ നാഫ്തലിൻ റിംഗ് കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള നാഫ്റ്റിഫിൻ, അതേപോലെ ടോൾ നാഫ്റ്റേറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ മെക്കാനിസം ജനറൽ ആയിട്ടാണ് പഠിച്ചത്. ഇവിടെ ടോൾ നാഫ്റ്റേറ്റിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നാഫ്റ്റിഫിൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടോൾ നാഫ്റ്റേറ്റ് ആണ് സ്ക്വാലിൻ ഇപ്പോക്സിഡൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ മതി. ആ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. 10 മാർക്സിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലും 2 പാർട്ടുണ്ട്. അതിലുള്ള എ എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടെട്രാസൈക്ലിൻസ്. ബി എന്ന പോർഷനിൽ എന്താ ചോദിച്ചത്, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് കെമിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് പെനിസിലിൻസ്. സോ ഇവിടെ നമുക്ക് 2 പാർട്ടിനും 5 മാർക്സിനാണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്, കാരണം ആ രീതിയിൽ കണ്ടന്റ് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കെമിസ്ട്രി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടെട്രാസൈക്ലിൻ എന്ന് ചോദിച്ചതിൽ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കെമിസ്ട്രി എന്ന് ജനറലായിട്ട് ചോദിച്ചാൽ കെമിസ്ട്രി ഓഫ് ഇന്ന ഡ്രഗ് അല്ലെ കെമിസ്ട്രി ഓഫ് ദിസ് ക്ലാസ് ഓഫ് ഡ്രഗ് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതാൻ പറ്റും, സ്റ്റീരിയോ കെമിസ്ട്രി പറയാൻ പറ്റും, SARൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതിലേതെങ്കിലും കോമ്പൗണ്ടിന് സിന്തസിസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സിലബസ് പഠിച്ചതാണെങ്കിൽ ആ കാര്യം പറയാൻ പറ്റും. പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ കേസിൽ ഡീഗ്രഡേഷൻ പഠിക്കുന്നുണ്ട്, സോ ആ കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കെമിസ്ട്രി എന്ന് ജനറലായിട്ട് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ വരയ്ക്കണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അതിലേതെങ്കിലും ഹെട്രോസൈക്ലിക് റിംഗ് ഉണ്ടെങ്കിൽ അത് ഏതാണ്, ഓക്കെ, ആ കാര്യം പറയുക. അതിലേതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇന്ന പോർഷനിലാണെന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ ഇവിടെ കെമിസ്ട്രി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടെട്രാസൈക്ലിനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെട്രാസൈക്ലിൻ്റെ ജനറൽ സ്ട്രക്ചർ വരക്കണം. അതിൽ 4 റിങ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ പറയണം കെമിസ്ട്രിയിൽ. ദെൻ അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പാർട്ട് പറയുക. SARൽ നിന്ന് കുറച്ച് പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. SARൻ്റെ കാര്യം ഞാൻ ഈ ഒരു സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ നോട്ട് റെഫർ ചെയ്യുക. ദെൻ ഇതിൻ്റെ മെക്കാനിസം ചോദിച്ചത്, നമ്മൾ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എല്ലാ ആൻറ്റിബയോട്ടിക്സിൻ്റെ മെക്കാനിസം ഒരു സിംഗിൾ ഫിഗറിലായിരുന്നു പഠിച്ചത്. ആ ഫിഗർ പഠിച്ച് ഞങ്ങൾക്ക് ഏതിൻ്റെ ചോദിച്ചാൽ എഴുതാം. സോ ഇതിൽ
നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ടെട്രാസൈക്ലിൻ്റെ മെക്കാനിസം ആണ്. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ടൈം ഉണ്ടെങ്കിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് മുഴുവൻ വരയ്ക്കുക. അതല്ല എങ്കിൽ ഏത് ഡ്രഗാണോ ചോദിച്ചാൽ അതിൻ്റെ മാത്രം നിങ്ങൾ റൈബോസോമിനെ mRNA ഒക്കെ വെച്ച് കാണിക്കുക. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ എ എന്നുള്ള പോർഷൻ കവർ ചെയ്തു. ഇനി ബി എന്നുള്ള പോർഷനിൽ അവർ ചോദിച്ചത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് പെൻസിലിൻ, അതേപോലെ കെമിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് പെൻസിലിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഏത് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്കിന് ചോദിച്ചാലും ഈ മെക്കാനിസമാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണോ ഡ്രഗ് അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. അതേപോലെ ഇതെങ്ങനെ എളുപ്പം പഠിക്കാനുള്ള ട്രിക്കും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഓർമ്മിച്ചേക്കുക. കാരണം ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലല്ല. ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. പെൻസിലിൻ, സെഫലോസ്പോറിൻ, മോണോബാക്ടം, ഈ 3 ഡ്രഗ്സിനും ഈ ഒരു മെക്കാനിസം എഴുതുന്നുണ്ട്. അടുത്താണ് ഡീഗ്രഡേഷൻ ഓഫ് പെൻസിലിൻ. ഈ ഡീഗ്രഡേഷൻ ഓഫ് പെൻസിലിൻ എന്നുള്ളത് 5 മാർക്സിൻ്റെ അത്ര ഒന്നും വേണ്ട. കാരണം 5 മാർക്സിൽ 2 കോമ്പണൻ്റ് ഉണ്ട്, മെക്കാനിസവും ഡീഗ്രഡേഷനും. അതുകൊണ്ട് ഇത് ഒരുപാട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള 2 കൊടുത്തത്. ഇതിൽ നിങ്ങൾ ബീറ്റാ ലാക്ടമേസ് എന്നുള്ള എൻസൈം, ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എൻസൈം എങ്ങനെയാണ് പെൻസിലിനെ ഡിഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു ഡിഗ്രഡേഷൻ നിങ്ങൾ പഠിച്ചാൽ പെൻസിലിൻ്റെ ഡിഗ്രഡേഷനിലും നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അതേപോലെ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വരച്ച് കാണിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ സ്കോർ കിട്ടും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പഠിക്കുക. 5 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അമിനോ ഗ്ലൈക്കോസൈഡ്സ്. ഇവിടെ ചോദിച്ചാൽ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അമിനോ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുമ്പോൾ അതിൽ 3 പോർഷൻ ഉണ്ട്. ഷുഗർ, അഗ്ലൈക്കോൺ മോയിറ്റി, അതേപോലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുക, അതെന്താണെന്ന് പറയുക. ദെൻ ഓരോ ഡ്രഗും വരച്ചിട്ട് അതിൽ ഈ പോർഷൻസ് കാണിക്കുക. ഇവിടെ ഞാൻ സ്ട്രെപ്റ്റോമൈസിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങളത് വരച്ച് കാണിക്കണം. അതിനുശേഷം അമിനോ ഗ്ലൈക്കോസൈഡ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കവർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. ക്ലാസിഫൈ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് വിത്ത് സ്ട്രക്ചറൽ എക്സാമ്പിൾസ്. ഇവിടെ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ബേസ്ഡുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ എഴുതാം. നമ്മൾ ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ വന്ന ഡ്രഗ്സിനെ. അതിനെ ഫർദർ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ക്വിനോലിൻ്റെ കേസിൽ. ഈ രീതിയിൽ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എഴുതാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്ട്രക്ചർ വരക്കണം. ഓക്കെ, അല്ലാതെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് നിങ്ങൾ എഴുതി അതിനുശേഷം സ്ട്രക്ചർ വരക്കുന്നതിലും ബെറ്റർ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ്റോടൊപ്പം സ്ട്രക്ചർ വരച്ച് പോകുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഔട്ട്ലൈൻ ദ കെമിക്കൽ സിന്തസിസ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് സിപ്രോഫ്ലോക്സാസിൻ. ഇവിടെ ഫ്ലൂറോക്വിനലോൺസ്, അതായത് യൂറിനറി ആൻറ്റിസെപ്റ്റിക് എന്നുള്ള ആ ഒരു ചാപ്റ്റർ, അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സിപ്രോഫ്ലോക്സസിൻ്റെ സിന്തസിസ് ചെയ്തോ. ഇത് എളുപ്പം എങ്ങനെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. ആ രീതിയിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ദെൻ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇത് DNA ഗൈറേസ് അല്ലെ ടോപ്പോ ഐസോമറേസ് 4 എന്നുള്ള എൻസൈമിനെയാണ് ബാക്ടീരിയയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഡിഫൈൻ ആൻഡ് ക്ലാസിഫൈ ആൻറ്റിവൈറൽ ഡ്രഗ്സ്. ആൻറ്റിവൈറൽ ഡ്രഗ്സിൻ്റെ ഡെഫിനിഷൻ ഏതാ? എന്താണ് ആൻറ്റിവൈറൽ ഡ്രഗ്സ് എന്ന് പറയുക, വൈറസ് എന്താണെന്ന് പറയുക. ആ രീതിയിൽ നിങ്ങളതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതണം. അതിനുശേഷം നിങ്ങൾ ക്ലാസിഫിക്കേഷൻ, കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ വിത്ത് സ്ട്രക്ചറാണ് എഴുതേണ്ടത്. ആ സ്ട്രക്ചർ ഞാൻ ഈ ഒരു സ്ലൈഡ് കാണിച്ചിട്ടില്ല. നിങ്ങൾ നോട്ട് റെഫർ ചെയ്തിട്ട് അതുകൂടെ നന്നായിട്ട് പഠിക്കുക. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ആൻറ്റിവൈറൽ ഏജൻറ്റ്സ്. അതുകൊണ്ട് എന്തായാലും മിസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഗിവ് ദ സിന്തസിസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് യൂസസ് ഓഫ് മെട്രോണിഡസോൾ. ഈ ക്വസ്റ്റ്യനിൽ അവർ സിന്തസിസും മെക്കാനിസം ഓഫ് ആക്ഷനും യൂസസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മെട്രോണിഡസോളിന് ഹെഡിങ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ അവിടെ വരച്ചേക്കുക. ശേഷം സിന്തസിസ് കാണിക്കുക. സിന്തസിസ് അധികമൊന്നും പഠിക്കാനുള്ള എളുപ്പമാണ്. ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുക. അതിനുശേഷം മെക്കാനിസം ഓഫ് ആക്ഷൻ എഴുതണം. ഇതിൽ മെട്രോണിഡസോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോ ഡ്രഗാണ്. അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, ഫർദർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നുള്ള കാര്യം വിത്ത് ഫിഗർ വരക്കുന്നതാണ് ബെറ്റർ. കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ യൂസസ് കൂടെ എഴുതിയേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാക്സിമം സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഔട്ട്ലൈൻ ദ കെമിക്കൽ സിന്തസിസ് ഓഫ് ട്രൈമെത്തോപ്രിം ആൻഡ് ഡാപ്സോൺ. ട്രൈമെത്തോപ്രിം അതേപോലെ ഡാപ്സോൺ, ഈ 2 ഡ്രഗ്സിൻ്റെ കെമിക്കൽ സിന്തസിസ് ആണ് ചോദിച്ചത്. സോ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ട്രൈമെത്തോപ്രിം ഹെഡിങ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ വരക്കുക. ശേഷം ഈ ഒരു സിന്തസിസ് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഡാപ്സോൺ ഹെഡിങ് ചെയ്ത സ്ട്രക്ചർ വരക്കുക. ഈ ഒരു സിന്തസിസ് എഴുതുക. ഒരു സേഫ് സൈഡ് എന്ന നിലക്ക് അതിൻ്റെ കൂടെ ജസ്റ്റ് കുറച്ച് പോയിന്റ് കൂടെ ആഡ് ചെയ്യുക. സിന്തസിസിൻ്റെ തൊട്ടതായി നിങ്ങൾ യൂസ് പറഞ്ഞിട്ട് ട്രൈമെത്തോപ്രിം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഡാപ്സോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൂടെ കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആവും ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്. QSAR ഡിഫറെൻറ്റ് ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണ് QSAR എന്ന് പറയണം.
ഞാനിവിടെ കാണിച്ച അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ട. QSAR എന്താണെന്ന് പറയാം. അതിൻ്റെ ജനറലായിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ കാണിക്കാം. അതിനുശേഷം ഡിഫറെൻറ്റ് ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ള ഈ ഒരു ടാബുലാർ കോളം നിങ്ങളവിടെ വരച്ചേക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് സിലബസ് പഠിക്കാനുള്ള പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്, ഹാമറ്റ് ഇലക്ട്രോണിക് പാരാമീറ്റർ, താഫ് സ്റ്റെറിക് പാരാമീറ്റർ, അതേപോലെ ഹാൻഷ് അനാലിസിസ്, ഇത് 4 നിങ്ങൾ ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ് ഏതാ, അതെന്താന്ന് പറയുക, അതിനെ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്യുക. QSAR എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ SARൽ നിന്നും ഡിഫറെൻറ്റാണ്. SARൽ നമ്മളെന്താ പഠിക്കുക, ഒരു ഫാർമക്കോഫോറിൽ ഓരോ പൊസിഷനിലും മോഡിഫിക്കേഷൻസ് വരുമ്പോൾ അതെന്താണ് അവിടെ കോസ് ചെയ്യുന്നത്, ആക്ടിവിറ്റി കൂടുന്നുണ്ടോ, ടോക്സിറ്റി കുറയുന്നുണ്ടോ, സോളിബിലിറ്റി കൂടുന്നുണ്ടോ, ബയോവലബിലിറ്റി കൂടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SAR സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിൽ നോക്കുന്നത്. പക്ഷേ QSARൽ നമ്മൾ ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ ഹെൽപ്പിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യും. എത്രമാത്രം ആക്ടിവിറ്റി കൂടി അല്ല എത്രമാത്രം അതിൻ്റെ ലിപ്പോഫിലിസിറ്റി കുറഞ്ഞു, ആ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടെ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഓരോ പാരാമീറ്റേഴ്സ് 5 മാർക്സിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് ഉള്ള രീതിയിലാണ് നോട്ട്സ് തന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ബീറ്റാലാക്ടം ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഇവിടെ ജനറലായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനെ നിങ്ങൾക്ക് 2 രീതിയിൽ ആൻസർ ചെയ്യാം. ഒന്ന് ബീറ്റാലാക്ടമിനെ ജനറലായിട്ട് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയാം, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ബീറ്റാലാക്ടം റിങ്ങിൻ്റെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ പെൻസിലിൽ വെച്ചാൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻസിലിൻ്റെ ജനറൽ സ്ട്രക്ചർ വരക്കുക. അതിൻ്റെ ബീറ്റാലാക്ടം റിങ്ങിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ഇതിൽ എത്ര കൈറൽ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറയുക, അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണെന്ന് പറയുക. ആ രീതിയിൽ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യണം. 2 മാർക്സ് ആയതുകൊണ്ട് ഒരുപാടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുത്ത അത്രയും കണ്ടൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ജനറൽ സ്ട്രക്ചർ വരക്കണം, അതിലുള്ള കൈറൽ സെൻറ്റേഴ്സ് മാർക്ക് ചെയ്യണം, അതിൻ്റെ കോൺഫിഗറേഷൻ പറയണം, അത് ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 11 ഗിവ് 2 സ്ട്രക്ചറൽ എക്സാമ്പിൾസ് ഫോർ സെമി സിന്തറ്റിക് പെൻസിലിൻസ് അലോങ് വിത്ത് ദെയർ തെറാപ്യൂട്ടിക് റോൾ. ഇവിടെ സെമി സിന്തറ്റിക് പെൻസിലിൻസിന് എക്സാമ്പിളാണ് ചോദിച്ചത്. ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്, അതിലേതെങ്കിലും 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ എനിക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് ആംബിസിലിനും അമോക്സിസിലിനാണ്. അതിൻ്റെ യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇതേപോലെ വരച്ച് വെക്കരുത്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പം പെൻസിലിനും സെഫലോസ്പോറിനൊക്കെ ഈ രീതിയിലാണ് പഠിക്കുക. ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്. ആ R ഗ്രൂപ്പ് ഇതാണെങ്കിൽ ആംബിസിലിൻ, ഇതാണെങ്കിൽ അമോക്സിലിൻ എന്നാണ് പഠിക്കുക. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങളിവിടെ R എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോമിൽ എഴുതരുത്. ഈ ഒരു R ഗ്രൂപ്പിന് ഇവിടെ കംപ്ലീറ്റ് എഴുതണം. ആംബിസിലിനാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ CH NH2, അതേപോലെ ഇവിടെ ബെൻസീൻ റിങ് ഇങ്ങനെ വരച്ച് വെക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ അമോക്സിലിൻ വരക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസിക് സ്കെലട്ടം വീണ്ടും വരച്ച് ഇതേപോലെ ആ ഒരു ഗ്രൂപ്പും ആ ഒരു R ഗ്രൂപ്പിന് പകരം അവിടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് വരക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എക്സാമിന് വരയ്ക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 12 എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ക്ലോറാംഫെനിക്കോൾ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരുപാട് ഡ്രഗ്സിൻ്റെ മെക്കാനിസം ഈ സെയിം പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്ലോറാംഫെനിക്കോൾ ആണെങ്കിൽ ഇവിടെ നമ്പർ 3 എന്ന് കൊടുത്ത ഭാഗമാണ് അതിൻ്റെ മെക്കാനിസം പറയുന്നത്. സോ ഇത് നിങ്ങൾ ഇത് മാത്രം വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി, കാരണം ഇത് 2 മാർക്സിനാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 13 ലിസ്റ്റ് ദ മേജർ അപ്ലിക്കേഷൻസ് ഓഫ് പ്രോ ഡ്രഗ്സിൻ്റെ മേജർ അപ്ലിക്കേഷൻസാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ടൈപ്സ് ഓഫ് പ്രോ ഡ്രഗ് മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചോദിച്ചാൽ എഴുതാം, അതേപോലെ അപ്ലിക്കേഷൻ ചോദിച്ചാൽ എഴുതാം. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവർ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രോ ഡ്രഗിൻ്റെ സ്ട്രക്ചറെങ്കിലും നിങ്ങളിവിടെ വരച്ച് വെക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് ബിറ്റർ ടേസ്റ്റിനെ മാസ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, പാലറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണെന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഫോസ്ഫെനിറ്റോയിൻ വരച്ചിട്ട് സൈറ്റ് ഓഫ് ഇഞ്ചക്ഷനിൽ പെയിൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയാം. ആ ഒരു രീതിയിൽ ഒന്നെങ്കിലും വരച്ച് വെക്കുക. കെമിസ്ട്രി ആണല്ലോ സബ്ജക്റ്റ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ റിക്വയർമെൻറ്റ്സ് ഫോർ ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റി. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് SAR ചോദിച്ചതാണ്. പലരും ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ്, അങ്ങനെ ആവരുത്. ഇവിടെ ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് അല്ലെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ റിക്വയർമെൻറ്റ് ഫോർ ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ അവരെന്താ ചോദിച്ചത്, ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റി കിട്ടാൻ ഏതൊക്കെ പോർഷനാണ് ആ ഒരു ഡ്രഗിൽ പ്രസൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ SARൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. SAR ഓഫ് ക്വീൻ ഡെറിവേറ്റീവ് പഠിക്കുന്നുണ്ട്, അതേപോലെ SAR ഓഫ് 4 അമിനോക്വിനോലിൻസ്, പിന്നെ SAR ഓഫ് 8 അമിനോക്വിനോലിൻസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ പറയും. ക്വിനോലിൻ റിങ് ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റിക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ 7th പൊസിഷനിലുള്ള ക്ലോറിന്
അതും അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് പഠിക്കും. SR വയ്ക്കുമ്പോൾ നമ്മൾ എഴുതും, പക്ഷേ ഈ രീതിയിൽ വന്നാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ SR പഠിച്ച കാര്യം അതിൽ നിന്ന് കുറച്ചെണ്ണം നമ്മളോട് പിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണോ ചോദിച്ചാൽ അതിൻ്റെ പോയിന്റ്സ് മാത്രം നമ്മൾ പിക്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. അതാണ് പറഞ്ഞത്. കോർ ന്യൂക്ലിയസ് ക്വിനോലിൻ ആവശ്യമുണ്ട്. സെവൻത് പൊസിഷനിൽ അവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, യൂഷ്വലി അത് ക്ലോറിൻ ആണ്, അത് ആവശ്യമുണ്ട്. ആ രീതിയിൽ നിങ്ങൾ 2-3 പോയിന്റ്സ് എഴുതിയിട്ട് സ്ട്രക്ചർ വരക്കുക. അപ്പോൾ ക്ലോറിനുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്ലോറോക്വിൻ നിങ്ങൾക്ക് അവിടെ വരക്കാം. ക്വിനോലിൻ കോർ ന്യൂക്ലിയസ് ആയിട്ട് വേണമെന്ന് പറയുമ്പോൾ ക്വിനോലിൻ ഇറങ്ങുള്ള ഏത് ആൻറ്റി മലേറിയൽ ഡ്രഗ് നിങ്ങൾക്ക് വരച്ച് എക്സാമ്പിളായിട്ട് കാണിക്കാം. അങ്ങനെ ഒരു 3-4 പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 15, ഔട്ട്ലൈൻ ദ സിന്തസിസ് ഓഫ് ഐസോനിയാസിഡ് ആൻറ്റി ട്യൂബർക്കുലർ ഏജൻസിൽ നിന്നാണ് ചോദിച്ചത്. ഐസോനിയാസിഡിൻ്റെ സിന്തസിസ് വളരെ എളുപ്പമാണ്. സോ ഇത് നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16, ഇതിന് 2 പാർട്ടുണ്ട്. ഗിവ് ദ സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ഫോളോയിങ് ഡ്രഗ്സ് അസൈക്ലോവിർ ആൻഡ് നിയോമൈസിൻ. ആൻറ്റി വൈറൽ അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ, ഈ 2 പാർട്ടെന്നാണ് ചോദിച്ചത്. അസൈക്ലോവിർ ആൻറ്റി വൈറൽ ഡ്രഗാണ്, നിയോമൈസിൻ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ്. സോ നിങ്ങളിവിടെ അസൈക്ലോവറിൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം, അതിൻ്റെ യൂസ് എഴുതണം. നിയോമൈസിൻ്റെ സ്ട്രക്ചർ വരക്കണം, അതിൻ്റെ യൂസ് എഴുതണം. എങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 17, ഇതിനും 2 പാർട്ടുണ്ട്. ഗിവ് ദ സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് സൾഫാമിത്തോക്സസോൾ മെബൻഡസോൾ. ഇവിടെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റായ സൾഫാമിത്തോക്സസോളിൻ്റെ സ്ട്രക്ചർ യൂസ് നിങ്ങൾ എഴുതണം. അതേപോലെ ആന്തൽമിൻറ്റിക് ഏജൻ്റ് ആയിട്ടുള്ള മെബൻഡസോളിൻ്റെ എഴുതണം. അപ്പോൾ നിങ്ങളിവിടെ സൾഫാമിത്തോക്സസോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞത് അപ്ലിക്കബിൾ ആണ്. ഇവിടെ നിങ്ങൾ 6 എന്ന് പറഞ്ഞ് എഴുതരുത്. നമ്മൾ നോട്ടിൽ എങ്ങനെയാണ് തന്ന് എങ്ങനെയാണ് പഠിച്ചത്, പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു ഐസോക്സസോൾ റിങ്ങിനെ ഇവിടെ നിങ്ങൾ എഴുതണം. ഇതേപോലെ നിങ്ങളിവിടെ അത് എഴുതിയിട്ട് മാത്രമേ സ്ട്രക്ചർ വരക്കാവൂ. അല്ലാതെ 6 നട്ടിട്ട് വേറൊരു പോർഷനിൽ ഐസോക്സസോളിനെ നിങ്ങളിങ്ങനെ വരച്ച് വെക്കരുത്. മീതയിൽ ഐസോക്സസോളാണ് ഇതിൽ വരുന്നത്. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ എക്സാമിന് ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. ദെൻ മെബൻഡസോളിൻ്റെ സ്ട്രക്ചർ ഇതാണ്, അതിൻ്റെ യൂസ് ചെയ്താൽ. നിങ്ങൾക്ക് ഇങ്ങനെ സ്പെസിഫിക് യൂസ് അറിയുന്നില്ലെങ്കിൽ ജനറൽ യൂസ് ചെയ്താൽ മതി. ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ്, ഇതൊരു ആന്തൽമിൻറ്റിക് ഏജൻറ്റാണ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ സ്ട്രക്ചറൂടെ വരക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു കൺസിഡറേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതൽ അങ്ങനെ എഴുതിയാലും. അതുകൊണ്ട് നിങ്ങൾ സ്പെസിഫിക് യൂസ് അറിയില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 18, റൈറ്റ് ദ കെമിക്കൽ സിന്തസിസ് ഓഫ് മിക്കോണസോൾ ആൻറ്റി ഫംഗൽ ഏജൻറ്റ് എന്നാണ് ചോദിച്ചത്. മിക്കോണസോളിൻ്റെ കെമിക്കൽ സിന്തസിസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മിക്കോണസോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് കണക്ട് ചെയ്ത് പഠിക്കണം. സ്ട്രക്ചറിൽ നിന്നും ആരൊക്കെയാണ് റിയേജൻ്റായിട്ട് വരുന്നത്, സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് വരുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോ സിന്തസിസിനും പറഞ്ഞു തന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 റിയേജൻ്റ് 3 ആൾക്കാരിൽ നിന്നാണ് ഫൈനൽ ഡ്രഗിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അത് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാം വളർന്ന് പെട്ടെന്ന് ഓർമ്മ വരും. ഡ്രഗിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ ഈ ഒരു പോർഷൻ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ടൊക്കെ എടുക്കുമ്പോൾ, റിയേജൻ്റായിട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി. കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രീൻ്റെ ഏതെങ്കിലും 4 ആപ്ലിക്കേഷൻസ്. ഇവിടെ ടാബുലാർ കോളത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ റിലേറ്റഡ് ടു ഫാർമ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്ത് ലാസ്റ്റ് നിന്ന് ഈ 3 എണ്ണം നോട്ട് റിലേറ്റഡ് ടു ഫാർമ ഫീൽഡ്. അതുകൊണ്ട് ഈ ഒരു ടേബിളിൽ നിന്ന് 4 ആപ്ലിക്കേഷൻസ് നിങ്ങൾ എഴുതണം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ പേപ്പർ അത്യാവശ്യം എഴുതാനുണ്ട്. സാധാരണ ചോദിക്കുന്നതിലും കൂടുതൽ കണ്ടന്റ് അവർ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഔട്ട് സിലബസ് ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാം ഡയറക്റ്റ് സിലബസിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതന്നെ ഉള്ളൂ. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ചിന്തിക്കേണ്ടി വരും ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ട്. എങ്കിലും പേപ്പർ അത്യാവശ്യം എളുപ്പമാണ്.